ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയെന്ന്. എന്താ പോയിട്ടേ കുളിച്ചാ പണി കഴിയുമല്ലോ. കുളിക്ക് പോയിട്ട് പോ. കഞ്ഞി കുടിച്ചോടി സൂന്യെ. അച്ഛമ്മ പറഞ്ഞാലും നിന്റെ മണ്ടക്കെട്ട് കേറണ്ടേ? അമ്മൂന് ഇഷ്ട തേങ്ങ സംബന്ധി കഞ്ഞി. എന്താ കാര്യം? അമ്മ ഇന്നലെ വാങ്ങിക്കൊടുത്ത ഫാൻസി ഒക്കെ കാണിച്ചു കൊടുക്ക്. അമ്മ ആദ്യമായിട്ട് തൂങ്ങലുള്ള സംഭവം വാങ്ങിയിട്ടുണ്ട് കേട്ടാ. ആ ഇന്നലെ ഞങ്ങൾ സുകന്യക്ക് കാണിച്ചു കൊടുത്തോ? സുകന്യെ നിന്റെ കാണിച്ചു കൊടുക്ക് വള ഇതൊക്കെ. എനിക്ക് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കമ്മൽ തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കമ്മൽ വാങ്ങണ്ടേ വിചാരിച്ചു ഞാൻ. സുകന്യയോട് ആരും പറഞ്ഞില്ല അങ്ങനെ. സുകന്യയുടെ അടുത്ത് സുകന്യ എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല അങ്ങനെയെന്ന്. അത് മോശമായി സുകന്യ. ആരെങ്കിലും തരാന്ന് പറയണ്ട. അപ്പോ വെറുതെ ഇപ്പൊ അത് വാങ്ങേണ്ടി വന്നില്ലേ? ഇപ്പൊ അച്ഛൻ്റെ വേണ്ട. ഞാന് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ എടുക്കുക. അപ്പോൾ അവര് പറഞ്ഞു വാങ്ങാന്ന്. കാണിച്ചു കൊടുക്കും. ഇവിടെ തുടക്കി. ആ നെയ്യല്ലേ നീ ഉള്ളിൽ നടച്ച അവള് പുറത്ത് തുടച്ചോട്ടെ. തേപ്പ് പെട്ടികളാവോ? ഇതെന്താന്നറിയോ, വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വളയും കമ്മലല്ല അവര് വരുന്നുണ്ട്. കൂട്ടുകാരും ഒക്കെ വരുന്നുണ്ട്. ഇതാണ്ടോ ഈ കമ്മൽ എങ്ങനെയുണ്ട്? അമ്മു ആദ്യമായിട്ടാണ് കേട്ടോ. അതാ നന്നായിട്ടുണ്ട് അമ്മു. ഇതാണ്ടോ പിന്നെ അമ്മ ഇതാട്ടോ. ഇത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ അമ്മു ഈ ഒരു വളയിടാൻ പോവാണ്. അമ്മൂനെ കണ്ടവർക്ക് അറിയില്ലേ വളല്ലേ. ഇതാ പിന്നെ ഒരു കൈച്ചേന് ഇതാണ്ടോ. പിന്നെ ഇതെന്താ മുട്ടി? ഇതെന്തിനാ മുട്ടി? അച്ചുട്ടിയേ അതിനെത്ര? 99 രൂപയല്ലേ? 99 അവിടെ. അച്ചു ചേച്ചിയുടെ അടുത്ത് ഇന്നലെ വാങ്ങിയ ഫാൻസി എടുത്തിട്ട് വരാൻ പുണ്ണി ഫാൻസി. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങിട്ടാ. എന്താ ചെരുപ്പ് നീ തുണി അടിച്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലിബ് വാങ്ങി രണ്ടാൾക്ക്. നിനക്ക് കളിച്ചിട്ട് കമ്മലും സുനിക്ക് എന്താ കമ്മൽ വാങ്ങിക്കൊടുത്തു, ക്ലിബ് വാങ്ങിക്കൊടുത്തു, ഫാൻസി. എനിക്ക് എന്താ പറഞ്ഞു വെച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചിലവാക്കാനൊരു മടി. നമുക്കറിയാലോ നമ്മുടെ ആ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അനിയേട്ടൻ പറയാം എന്താച്ച വാങ്ങിക്കോ, നീ 6 കൊല്ലം കാത്തിരുന്നതല്ലേ, നിനക്ക് വേണ്ടതൊക്കെ നീ വാങ്ങിക്കോന്ന്. ഞാനപ്പോൾ വിചാരിച്ച ഒരു നെക്ലസ് വാങ്ങണം എന്നുള്ളത്. പിന്നെന്ത് അതിന് നോക്കുമ്പോൾ 1800 റുപ്യ. അപ്പം ഞാൻ പറഞ്ഞു കണ്ടില്ലേ മുട്ടി ആ. അപ്പം ഞാൻ വാങ്ങിയില്ലല്ലോ. 800 റുപ്യ 850 റുപ്യയുടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, ചുരിദാറല്ലേ ഇടുന്നത്, അപ്പം അങ്ങനെ സിമ്പിളായിട്ട് പോരെ വളയൊക്കെ. അതാട്ടോ എൻ്റെ ഫ്രണ്ട് പറയണേ നീ എന്തിനാണ് ഈ പൈസ മുടക്കിയിട്ട് വാങ്ങണേ, എൻ്റെ കയ്യിലുണ്ട് എന്ന്. കല്യാണം കഴിഞ്ഞ് അവരുടെ വീടിൻ്റെ അവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ കമ്മലൊക്കെ കല്ല് വെച്ച കമ്മലില്ലേ, എൻ്റെ കാതാണെങ്കിലോ തീരെ തൊട്ടിയില്ലാത്തതാ. എൻ്റെ അമ്മൂൻ്റെ ഈ മേക്കാതിക്ക് തരില്ലേ അമ്മ? ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് അമ്മൂനോട് അത് ചോദിക്കണു, അത് അമ്മ തരികയില്ല. ഇനി നാളെ വീട്ടിലത്തെ അമ്മ വരും. ഇന്ന് ഏട്ടനും ഇവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങാനിട്ടേ ഞാൻ ഉണക്കയില വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് പോരാനല്ലേ അളിയനാകൊണ്ട് അതിലെ മതിയല്ലോ. ഉണക്കയിലേ എന്താ കേട്ടോ ഒന്ന് പൊയ്ക്ക, ഏതെങ്കിലും കാലത്തെ ഒരു വരുള്ളൂ. ഇടയ്ക്ക് നാളെ
അങ്ങനെ ചൊല്ലില്ല അല്ലേ? അത് ഓ അയിലത്താല അളിയനെന്തിനാ, അത് സാരമില്ല, എപ്പോഴെങ്കിലും അല്ലേ ഏട്ടൻ വരുള്ളൂ. ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പം പെങ്ങളെ ഈ ഉണക്കയിൽ കൂട്ടാൻ വെച്ചിട്ട് തന്നെന്ന് പറയില്ലേ, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്നും തോന്നി എന്നാ വേണ്ടൊക്കെ വേണ്ട, ഞാൻ നല്ലത് വിചാരിച്ച് പറഞ്ഞാണ്. അങ്ങടത് കയറില്ല. അത് ഈ വെറുതെ അത് ശരീരം മൊത്തം അതിൽ കയറുന്ന പറഞ്ഞിട്ടുണ്ടാക്കണ്ടായി. കുസുമ്പ് പെട്ടെന്ന് അത് പാകമാണ് കേട്ടോ. അപ്പൊ ക്ലിപ്പോ അപ്പൊ ക്ലിബും അവിടെയാണ്, മോതിരം അവിടെയാണ്. ഇതിന്റെ ബന്ധം നീ കൊണ്ടുവന്നത് ജിമിക്ക് സൂപ്പറാ സുകന്യത്. ആരുടെ സെലക്ഷനാ? നിന്റെ സെലക്ഷൻ. ആ വളരെ അടിപൊളിയായിട്ട്. അപ്പൊ ഇതിപ്പോ എന്താ പൊക്കോ എല്ലാരും പച്ചെടുത്തിട്ട്. അത് വെറുതെ ഞാനിത് കണ്ടപ്പോ വാങ്ങിയതാ. അങ്ങനെയാണ് വരിക അല്ലേ? അങ്ങനെയാണ് വരിക അല്ലേ? ഓ ഇത് നൈറ്റിക്ക് മാച്ചായിട്ട് എടുത്തിരിക്കാണ്. നൈറ്റിക്ക് മാച്ചായിട്ട് നന്നായി. ഇത് നൈറ്റിക്ക് മാച്ചായിട്ട് തന്നെ വന്നു അല്ലേ? അപ്പൊ അതിന്റെ പറഞ്ഞേ സുകന്യ, നീ ഈ പച്ച നൈറ്റി ഇടണമെന്ന് പിന്നെന്താണ് പച്ച നൈറ്റിക്ക് കണക്കാക്കിട്ട് എടുത്തറിന്? ഈ കളറല്ല, പരസ്പരം ബന്ധമില്ലാത്തൊരു കളർ ഇട്ടാൽ മതി നിങ്ങള്. അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് വെറൈറ്റി, അതാണ് നല്ലത്. കമ്മലൊരു കളറ്, വളയൊരു കളറ്. പിന്നെ എന്താണെന്നറിയോ, ഫാൻസി വാങ്ങുമ്പോൾ പലത് തരത്തിലുള്ള വാങ്ങണത്, എന്നാലാണ് മാറ്റി മാറ്റി ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫംഗ്ഷന് മുമ്പ് ഇടൂ ഇല്ല അല്ലേ സുനെ? അപ്പം എന്തൊക്കെ ഫംഗ്ഷൻ അല്ലേ നിങ്ങൾ പോക്കൂടുന്നു? എന്തൊക്കെ ഫംഗ്ഷൻ നിങ്ങൾ ഇവിടുന്ന് പോക്കല്ലെങ്കിൽ തുണി വേണ്ടേന്നോ? കൊണ്ടുപോകണ്ടല്ലേന്ന് ആരെങ്കിലും കൊണ്ടോണ്ടിനി? എനിക്ക് വയ്യ കേട്ടോ, എവിടേക്ക് വയ്യ. സൂര്യനെ എവിടേക്ക് വെച്ചുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് തുടങ്ങിയ ക്ഷണമാണ് കേട്ടോ. എന്നിട്ട് വൈകുന്നേരം 7 മണി വരെ. അത് കഴിഞ്ഞ് ഇവർക്ക് വന്നിട്ട് കോങ്ങാട് പോകണം ഫാൻസിക്ക് എന്ന് പറഞ്ഞാൽ കോങ്ങാട് പോയി. കോങ്ങാട് പോയിട്ട് തിരിച്ച് വീടെത്തിയപ്പോഴേക്കും 10:20. ഇനി അച്ചുവിന് വാങ്ങിയതോ? അച്ചുവിന് വാങ്ങിയത് അച്ചുവിൻ്റെ അടുത്ത് വിളിച്ചു വെച്ചോക്കെ. അച്ചുവിൻ്റെ അടുത്ത് അച്ചുവിടെ പുതിയ വീട്ടിലാവും. തുണി മടക്കി വയ്ക്കാൻ പറഞ്ഞിരുന്നു ഞാൻ. പോയി വിളിക്കാം. അച്ചുവിനുമായിട്ടുണ്ട്. അമ്മൂൻ്റെ ഇഷ്ടമായി. അമ്മൂനില്ലേ വളരെ രസമില്ല അല്ലേ? കൈ നീളായതും കൊണ്ട് അവള് പറയാ. എനിക്ക് തോന്നുന്നില്ല. അമ്മു ചെറുപ്പത്തിൽ നിന്റെ കയ്യിലൊക്കെ ഇന്നത്തെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അറിയും. അമ്മൂട്ടിയുടെ നന്നായിട്ടുണ്ട്. അമ്മൂട്ടി എല്ലാവർക്കും ഇഷ്ടമാവുണ്ടോ? കാണിക്ക്, എല്ലാവർക്കും ഇഷ്ടമാവുണ്ടോ മാത്രം. ആ കമ്മലൊന്നും ഇട്ടോക്ക. എത്ര ആന്റിമാര് ഇതെന്താ സുനി വേറെ കൊണ്ടുവരുന്നു? എന്താ ഇത് രണ്ടും ഒരേ മോഡലായി പോയല്ലോ. അത് രണ്ടും മാച്ചാണല്ലോ. മോതിരം ക്ലിപ്പും. മോതിരം എങ്ങനെ ഉണ്ട്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തോട്ടെ അവൾക്കിത്. പിന്നെ എന്താ രണ്ടും ഒരേ മോഡലായി. എന്താ എല്ലാം ഒരേപോലെ തന്നെയാണല്ലോ സുകന്യ. ഇതൊരു സംഭവമായി ഈ ഫോട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ എടുത്തപ്പോഴോ സമ്മതിക്കണം നിങ്ങളെ. ഞാനൊരു മോതിരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു നന്നായിട്ടുണ്ടേ. സുകന്യല്ലേ അവളുടെ അടുത്ത് വേറെ ഇങ്ങനത്തെ 2-3 മോതിരം ഉണ്ട്. ഇത്രയും സ്വർണത്തിൻ്റെ ആണെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഞാൻ ഇട്ടോളാം. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും ഇടാൻ ഇറങ്ങാറാവണ്ട. ഇതൊക്കെ നിങ്ങൾ ഇട്ടോളൂ. ഇനി പൊട്ട് സുകന്യക്ക് പൊട്ട് വാങ്ങിയിട്ടില്ല അല്ലേ? പൊട്ട് ഞാനും ഒക്കെ സുകന്യ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ പോയത്? പിന്നെ ആരതൊക്കെ ആ ഫാൻസിക്ക് മാത്രം കുട്ടികൾക്ക് വാങ്ങിയപ്പോഴേക്ക് തന്നെ പൈസ അല്ലേ? ഒരു പൊട്ടിന് ഞാൻ പിന്നെ ഇതിനൊന്നും വിലയില്ലേ? ഇതൊക്കെ നല്ല വിലയില്ല തന്നെയല്ലേ? അതുപോലെ പൊട്ടിൻ്റെതായ വില ഉണ്ടാവും. ഇതിന് വിലയില്ല, അതുപോലെ പൊട്ടിന് വില ഉണ്ടാവും. ഒരു കമ്മലിനില്ലേ ശരിക്കും പറഞ്ഞാൽ 200 രൂപയുടെ അടുത്താണ് കേട്ടോ ഒരു കമ്മലിന് വരുന്നത് അല്ലേ? അച്ചുട്ടീനെ വിളിക്കട്ടെ.
കുഞ്ഞാ എന്താ കുഞ്ഞോ അച്ചി ചേച്ചി വിളിക്കടാ, അച്ചി ചേച്ചീനെ വിളിക്ക്. ഇല്ല അമ്മു, അന്നത്തെ ഒരു ഫംഗ്ഷൻ ദിവസം നിർത്തടി ഞാൻ. എന്താണ് ഡയമണ്ടേ റെയ്മണ്ട് ആണത്? അത് അമ്മൂന് ഗിഫ്റ്റ് എന്താ അമ്മക്കുട്ടിക്കേ കണ്ട അമ്മക്കുട്ടി. ഇനി അത് അവൾ ഇട്ടോട്ടെ, നീ അത് എടുത്ത് അന്നത്തെ മാതിരി കളയാൻ നിൽക്കണ്ട. ഇല്ല അതന്നെ എടുത്തേതാ. ഇതാണ്ടോ എന്താട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. അവൾക്കുള്ളത് അവളിട്. എന്താ അവളുടെ ഡയമണ്ടാണ് കേട്ടോ, ഡയമണ്ട്. എടക്കട്ടെ അതാ കണ്ടോ, ഇപ്പുറത്തും കൂടി ഇട്, രണ്ടും കൂടി ഇട് കുഞ്ഞ. അമ്മക്ക് ഇതൊക്കെ ഒന്ന് കാണാനല്ലേ. കാണട്ടെ നോട്ടെ, എവിടെ ഇടയ്ക്ക് കൈയെടുക്ക്. നന്നായിട്ടുണ്ട്. നമ്മട്ടിക്ക് ഇതാരെന്നതാ നമ്മ. നന്നായിട്ടുണ്ട് കേട്ടോ, അത് നന്നായിട്ടുണ്ട്. ഇതേപോലെ തന്നെ അച്ഛനും വാങ്ങിയതന്നേ. എന്താ വാങ്ങാഞ്ഞ്? ഇവിടെ വായോ. കാണിക്ക്. കമ്മൽ നല്ല ചേർച്ചുണ്ട്. അച്ചു ആദ്യമായിട്ടാ അമ്മു സതിയേട്ടാ വള വാങ്ങിട്ട് പറയും എന്റെ കൈക്ക് ഇത് ചേർച്ചല്ലാന്ന്. അമ്മ ഇതുവരെ ഒരു എങ്ങനെ എന്താച്ചാ കൊഴപ്പില്ല. കളയണ്ട കേട്ടോ, അത് നേരെ എടുത്തേക്കണേ. ആ ഒരു പൊണ്ണുഷാ അണ്ട് പൊണ്ണുഷാ അണ്ടാച്ചൊരു പൊന്നാരി പറയണ്. ചിക്കൻ വാങ്ങിയാല് സതിയേട്ടാ അമ്മടേത്ത് ചിക്കൻ കഴിക്കാൻ പറഞ്ഞാത്രേ. ചിക്കൻ വാങ്ങിയാല് ചിക്കൻ അമ്മടേത്ത് കഴിക്കാൻ പറഞ്ഞാത്രേ. അമ്മ ബീഫ് കൂട്ടില്ലല്ലോ. നീച്ചക്ക് നന്നായിട്ടുണ്ട്. അമ്മടെ പൊന്നാണേ. മാറ്റ് കൈ മാറ്റ്. അമ്മൂന് കാണിക്കുട്ടി നന്നായിട്ടുണ്ട്. കൈയൊക്കെ അച്ഛനക്ക് കാണിച്ചു കൊടുക്ക്. എവിടെ എവിടെ അച്ചുവിന്റെ കാണിച്ചു നോക്ക് കേട്ടാ. എവിടെ എങ്ങോട്ട് വെക്കട്ടെ, എവിടെ നോക്കട്ടെ. ആ നന്നായിട്ട് നന്നായിട്ട്. അതേപോലത്തെ വേണമെങ്കിൽ തിരിയൂട്ടി. ഞാൻ പറഞ്ഞു അച്ഛന് നന്നായിട്ടുണ്ട്. രസല്ലക്കീന്ന് നോക്കിയൊക്കെ എല്ലാരും അമ്മൂനെ നീ എവിടെ നോക്കിട്ടാണ് രസല്ല പറഞ്ഞ്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഏയ് എടുക്കല്ലേ എടുക്കല്ലേ. എന്താണ് ഇതിനെന്താ കുഴപ്പം? ഇത് കേട്ടോ. പിന്നെ അമ്മുട്ടി നീ അമ്മു അതിനില്ലേ, അമ്മു അതിന് ഇങ്ങനെ അമ്മുന്റെ മുഖേ മാറിയിട്ട് അമ്മുട്ടി എന്റെ കുട്ടി നല്ല. ഞാനില്ലേ അമ്മൂന് തൂങ്ങലുള്ള കമ്മലുണ്ട് കേട്ടോ, പക്ഷെ അമ്മ ഇടേ ചെയ്യില്ല. അമ്മ ഈ മൊട്ടിടാൻ തുടങ്ങിയിട്ട് എത്ര 5ൽ പഠിക്കുന്ന സമയത്ത് അവള് മൊട്ടിടാൻ തുടങ്ങിയതാണ്. അവൾക്ക് തൂങ്ങൽ ഇഷ്ടേ അല്ല. പൊന്നാരി എന്താ പിന്നെ പൊന്നാരി എന്താണ് കണ്ട വളേ. പിന്നെ എന്താണ് ക്ലിപ്പോ ശരിക്കും കണ്ട കുഞ്ഞു കയ്യിലെന്തായിരുന്നു ഇന്നലെ വാങ്ങിയ ഫാൻസി വള കുട്ടി കുഞ്ഞു കയ്യിലെന്തായിരുന്നു. ആ ക്ലിപ്പ് കുഞ്ഞു കയ്യിലിട്ട രസല്ലേ. അതിനെന്താ കുഴപ്പം? ഇതാ ഒരു മോതിരം അച്ചുട്ടിക്ക് കണ്ട. അച്ചുട്ടിക്ക് ഒരു മോതിരം വയ്യ. ഇതാ പിന്നെ ഇതാ മാല കണ്ട. അച്ചുട്ടി ഇങ്ങോട്ട് വാടി ഉണ്ണ നോക്കട്ടെ. അത് അമ്മൂട്ടി അത് ഉണ്ടാവും എല്ലാവർക്കും. അത് കാതൂത്തി കഴിഞ്ഞ് പിന്നെ അവിടെ കല്ലപ്പ് വരുന്നുണ്ടാവും. ഇതേപോലത്തെ അമ്മൂന് മാല പറഞ്ഞപ്പോൾ ഈ നമുക്ക് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, മക്കള് അധികം വല്ലാണ്ട് ഫാൻസി വാങ്ങണ്ട. വള മാല കമ്മൽ ഏതാണോ അവരുടെ കയ്യിലുള്ളത് അതും കൊണ്ട് നിൽക്കുക. അമ്മു നല്ലൊരു മാല വാങ്ങാനും കൂടി അയച്ചിട്ടില്ല. എനിക്ക് ഈ മാല മതി, ഇനി മാല വേറെ വേണ്ട പറഞ്ഞിട്ട് അമ്മു
അങ്ങനെയുള്ള ഒരാളാട്ടോ. ഞാൻ എന്നിട്ട് ഗ്യാരണ്ടിയുടെ മുകളിൽ കഴിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ അവള് പറയാണ് ഏയ് അതൊന്നും വേണ്ട, എന്തിനാ അതൊക്കെ ഇടുന്നതെന്ന്. നന്നായിട്ടുണ്ടല്ലേ അമ്മ? അതാ 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 എടുത്ത് വെച്ചോ. ഇതിട്ട് പൊന്നാ ഇടണ്ടേ? ഇതൊക്കെ നിങ്ങള് ഫംഗ്ഷൻ ഇട്ടിട്ട് കണ്ടാ മതിയില്ലേ? അതാ കണ്ടോ? അപ്പക്കിന്റെ കിച്ചൂനില്ലേ മിഞ്ഞാന്ന് ഞാനും സുകന്യയും അമ്മൂമ്പാടെ പോയത് കേട്ടോ. അപ്പോൾ പോയിട്ട് വരുമ്പോൾ നല്ല കുറച്ച് വൈകില്ലേ, അപ്പോൾ ബിരിയാണി കഴിച്ചു. ഞങ്ങൾ പൊറോട്ട, ഞാൻ ഏട്ടനും രണ്ടുപേരും ബിരിയാണി കഴിച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, ഇന്നലെ ഉച്ച വരെ എൻ്റെ അച്ചു തെറ്റിക്കായിരുന്നു. അവളെ അല്ല പറയുന്നത് കണ്ടോ? പിന്നെ അവളെ കൊണ്ടോണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അമ്മൂത് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് തന്നെയല്ലേ അവളും തന്നെ പറഞ്ഞു. അല്ല ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചോളിട്ടോ, അമ്മയ്ക്ക് ആവശ്യം ഉണ്ടാവുമ്പോ അമ്മ ഇടാലോ. അമ്മ നോക്ക് അമ്മ ആദ്യം വേറെ കമ്മല് വേണോ? ഇങ്ങനത്തെ എടുത്താ മതി കേട്ടാ, അത് മാറ്റിയിട്ട്. അത് മതിയാ? അത് നന്നായിട്ടുണ്ടായിന്. അവൾക്ക് ഇഷ്ടമായി അത്. അവള് പാകം നന്നായിട്ടുള്ളത്. അത് വേണ്ട, രണ്ടാളും ഒരേപോലെ ഒക്കെ ഉണ്ടാ. എല്ലാവരും ഓപ്പോസിറ്റ് മതി. എന്താണെന്നറിയോ, അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക്. ആര് ഞാനോ? അത് നന്നായിട്ടുണ്ട് അച്ചു. എന്ത് ഞാനോ? നിന്റെ പോലത്തെ രണ്ടെണ്ണം അമ്മ എവിടേക്ക് കുളിപ്പിക്കാൻ പോയി. ഡാഷൊരു കുട്ടി എന്താ ഇണ്ണ്? ഇതാണോ ഇണ്ണ്? കുട്ടിക്ക് ഇത് മതിയോ? സതിയേട്ടൻ പറയാ ബീഫ് വാങ്ങാനമ്മ. ബീഫ് അമ്മ കഴിക്കില്ല പറഞ്ഞപ്പോ അമ്മയൊക്കെ ബീഫ് കഴിക്കുന്നു. നമ്മുടെ കാര്യം പറഞ്ഞോ. അമ്മു എന്തോ തുറക്കണു. പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവ അമ്മ ചേച്ചിയേ വന്നിട്ട് പോകും. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചി ഏതാ? ആരുമില്ലേ? ഇതിനെ ഇഷ്ടം? അമ്മ ചേച്ചിനെ ഇഷ്ടല്ല? അമ്മ ചേച്ചിനെ ഇഷ്ടല്ലേ? ഈ ചേച്ചീനെ ഇഷ്ടം? എന്നാ ശരി അമ്മ, നീ ഇവന് മുട്ടായി വാങ്ങിക്കൊടുക്കണ്ട കേട്ടോ, കടയ്ക്കും കൊണ്ടോണ്ട കേട്ടോ. അപ്പൊ നിനക്ക് അച്ചു ചേച്ചീനല്ലേ ഇഷ്ടം? അമ്മ ചേച്ചീനെ ഇഷ്ടമില്ലല്ലോ? എന്നാ അമ്മ ചേച്ചിക്ക് ഒരു മുത്ത. അച്ചുവിന്റെ ഈ വള കാണാൻ നല്ല ചന്തല്ലേ? മിഠായി കിട്ടാനല്ലേ ഉമ്മ വേണ്ടായിരുന്നു. എങ്ങനെ ശരിയാവുണ്ട്? അതിലൊരു കുരു വരുന്നുണ്ട്, അതങ്ങനെ വരും. അമ്മൂൻ്റെ ഈ ഇരുത്തല്ലേ ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ അമ്മൂൻ്റെ അച്ഛൻ അങ്ങനെ ഇരിക്കുള്ളൂ. എവിടെ പോയാലും ഇനി ഒരു ചുറ്റി പണിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. അത് ഞങ്ങൾ എത്ര മാറ്റാൻ വേണ്ടിയിട്ട് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി അങ്ങനെ ഇരിക്കുള്ളൂ. അച്ഛൻ്റെ ശീലം കിട്ടിയിരിക്കണ അവൾക്ക് തന്നെയാണ്, ഈറ കിട്ടിയിരിക്കണതും ഒക്കെ അവൾക്കാണ്. ഇങ്ങനെ ഇരിക്കും എവിടെയാണ് വെച്ചാൽ ഇല്ലേട്ടാ. നമ്മൾ എന്നിട്ട് പറയും എടി അമ്മു അങ്ങനെ ഇരിക്കാൻ പാടില്ല പറഞ്ഞാൽ എന്താണെന്നറിയില്ല, പിന്നെയും വരും അങ്ങനെ തന്നെയാണ്. അപ്പോഴേ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ വീഡിയോസുകൾ ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഫാൻസിയൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഒരുക്കങ്ങൾ. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങി, നിക്ക് മിഞ്ഞാന്ന് അച്ചൂനൊരു കറുത്ത മാല വാങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ അത് നന്നായിട്ടുണ്ട് പറഞ്ഞല്ലേ. അപ്പോൾ എനിക്കിനി ഒരു മാല വാങ്ങണം കേട്ടോ. വാങ്ങണ്ടേ? സുകന്യയുടെ വാച്ച് കാണിച്ചു കൊടുത്താ? സുകന്യേ, സുകന്യക്ക് അനിയേട്ട ഒരു വാച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും ആയി. 3 പെൺകുട്ടികൾക്കും വാങ്ങിക്കൊടുത്തു ഈ സാധനങ്ങൾ. വാച്ചല്ല, ഫാൻസിയൊക്കെ 3 പെണ്ണുങ്ങൾക്ക് ഒരേപോലെ വാങ്ങി തന്നില്ലേ? എനിക്കെന്താ വാങ്ങിയത്? വളയില് വാങ്ങിയത്. എൻ്റെ ഉള്ളത് ഞാൻ എന്താണെന്നറിയോ കാണിക്കാതെ ഇരിക്കുന്നത്. സുകന്യക്ക് വാങ്ങിയ അതേപോലത്തെ വള തന്നെ എനിക്ക് വാങ്ങിക്കണം കേട്ടോ. കമ്മൽ ഞാൻ പറഞ്ഞില്ലേ, കമ്മൽ വ്യത്യാസം ഉണ്ടാവും. കമ്മൽ കൂട്ടുകാരി തരാമെന്ന് പറഞ്ഞത് കൊണ്ട്. പിന്നെ ഞാൻ എന്തടി വാങ്ങിയതമ്മു? ഒരു മോതിരം വാങ്ങി അല്ലേ? ഇനി ബാക്കിയുള്ളത് ഇവരെ കൂട്ടാതെ പോയിട്ട് വാങ്ങിയിട്ട് വരണം. ഇവരെയും കൊണ്ട് ക്ലിബും വാങ്ങി. സുകന്യക്ക് ഗോൾഡൻ കളറും എനിക്ക് സിൽവർ കളറും ഉള്ള ക്ലിബായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്.
ഞങ്ങളുടെ സൂര്യ വാച്ച് എന്താ സൂര്യ എന്താ പൊട്ടിക്കണ് വാച്ചാര വൈദ്യെന്ന് പറ. എനിക്കും വാങ്ങിട്ടാ വാച്ചില്ലാണ്ട് വേണ്ട. എനിക്ക് വാച്ച് വാങ്ങി. ഞെക്ക് സമയം നടക്ക് ഗെയിം കളിക്കാൻ തന്നെയാണ് കേട്ടാ. കുട്ടിക്ക് ഗെയിം കളിക്കാൻ തന്നെ അവിടെ കൊണ്ട് നേരെ എടുത്ത് തന്നെ, അല്ലെങ്കിൽ കുഞ്ഞ് തവിട് പൊടിയാ കിട്ടത്. അപ്പോഴേ ഏട്ടാ നമുക്ക് വിശേഷം പറഞ്ഞു നിൽക്കാനൊന്നും സമയമില്ല കേട്ടോ. നമുക്ക് വേഗം നിർത്തിയാലോ. ഓരോരോ ഒരുക്കങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ഷണിക്കാന് അമ്മാമാരോടൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇനി ചിക്കൻ കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് പോവാൻ, തിരുമ്പാനുണ്ട്. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഇതിന് നിന്ന് കഴിഞ്ഞു വെച്ചാൽ സമയം കിട്ടില്ല. അപ്പം എൻ്റെ അമ്മൂട്ടി ഈ കമ്മലൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം അമ്മു ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കമ്മൽ ഇഷ്ടമായെന്നൊന്ന് പറയണം. എൻ്റെ അമ്മൂട്ടിക്ക് വളയൊക്കെ, കാരണം അവള് ഒന്നും ഇടുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. നമ്മള് എത്ര ഇപ്പം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ മക്കൾക്ക് അവർക്ക് അങ്ങനെ ഫാൻസിയോടോ ഒന്നും താല്പര്യമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബിരിയാണി വേണം കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ അവരെയും കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇന്നേ വരെ ഒരു അത് വാങ്ങിത്താച്ച ഇത് വാങ്ങിത്താച്ച പറഞ്ഞിട്ട് നമ്മളോട് നമ്മുടെ ഏത് ബുദ്ധിമുട്ടിനും അവർ കൂടെ നിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയണേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മു കമ്മൽ വാങ്ങുമ്പോൾ എനിക്ക് മൊട്ടുമതി പറയുമ്പോൾ ഞാൻ അമ്മു എന്താ അമ്മു ഇങ്ങനെ പറയണ്. അമ്മു പറയണ പോലെ അമ്മു സിമ്പിളാണ് അല്ലേ. ഇനി അവളുടെ മുടി വെട്ടണം എന്ന് പറഞ്ഞിരുന്നു, അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താണെന്നറിയോ, അത് അച്ഛൻ വെട്ടിത്തരേ, അപ്പോഴേ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടേ നാളെ കാണാട്ടോ. ഇനി വിശേഷം പറഞ്ഞിരിക്കാൻ സമയമില്ല. നാളെ കാണാം. കിച്ചുടാ പോയി ഭക്ഷണം കഴിച്ചാ.